ഫിലിംസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണോ ഇല്ലെന്നാണോ പറയുന്നത്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഡിപ്പെൻസ് ഓൺ ദ സിറ്റുവേഷൻ ആയിരിക്കും. കാരണം എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. അപ്പോൾ ഓരോരുത്തരും ഓരോ സിനിമ എഫക്റ്റ് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. അപ്പോൾ സിനിമ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ സിനിമ ഇറങ്ങുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ നാട്ടിൽ നടക്കുന്നതെന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് ഒരാൾ വളർന്നു വരുന്ന സാഹചര്യമാണ് ഒരാളെ നല്ല മനുഷ്യനാക്കിയിട്ട് ഫോം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരുടെ സാഹചര്യങ്ങളനുസരിച്ചിട്ടായിരിക്കും അവർ ഓരോ കാര്യത്തിനെയും എടുക്കുക. അപ്പോൾ അതിൽ ഓരോന്നിലും പേഴ്സ്പെക്റ്റീവ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ അതും കൂടെ ഡിപ്പെൻഡ് ആയിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ ക്രൈംസ് നടക്കുന്നത്. ഇപ്പോൾ സിനിമ ഇപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് റേപ്പ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഒറ്റ സിനിമയിലും റേപ്പ് ചെയ്യുന്ന ഒരാളെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒറ്റ സിനിമകൾ ഇറങ്ങുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സിനിമ ഇറങ്ങുന്നതുകൊണ്ടാണോ റേപ്പ് നടക്കണേ? അപ്പോൾ ക്രൈം ചെയ്യുന്നതും സിനിമയും അത് രണ്ടും രണ്ടാണ്. അപ്പോൾ നമുക്കങ്ങനെ കണക്ട് ചെയ്തിട്ട് സിനിമ ഇങ്ങനെ ഇറങ്ങുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ കേസുകൾ നടക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. നിയമം സ്ട്രോങ് ആണോ നമ്മുടെ? നിയമം സ്ട്രോങ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചില കേസസിൽ സ്ട്രോങ് ആണ്. പക്ഷെ ആവശ്യമുള്ള സമയത്ത് അത് സ്ട്രോങ് ആയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. കാരണം വലിയ വലിയ കേസുകൾ വരുമ്പോൾ അതിലൊരിക്കലും നിയമത്തിൻ്റെ ഇതുകൊണ്ട് അതിലുള്ള ഒരു കുറ്റവാളിക്ക് നമ്മൾ അങ്ങനെ പണിഷ്മെൻറ്റ് കിട്ടുന്ന രീതിയിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല.